ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? അപ്പോൾ കുറച്ച് പോർക്ക് ഇരിപ്പുണ്ടായിരുന്നേ, അതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് കാണാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തിരുമ്മി കുക്കറിൽ ഒരു 2-3 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കുക. നേരത്തെ തന്നെ ഞാൻ എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുക്കിംഗ് ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, എങ്കിലും തരക്കേടില്ലാണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സബോള ഇടുക. ആവശ്യത്തിന്, അതായത് വരണ്ട് കിട്ടാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് സബോള ഒന്ന് വരട്ടിയെടുക്കണേ. നന്നായി സബോള വരണ്ട് വരുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി പഴുത്തതില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇത് ചേർത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഓടി വന്നിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പം നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത് വരണ്ട് വന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വരട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിയിലൊന്നും പിടിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് മസാലാസ് ഒന്നും ഇട്ട് ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മൾ നേരത്തെ എല്ലാ മസാലകളൊക്കെ ഇട്ടാണല്ലോ അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു പകുതിയായി ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഗരം മസാലയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചായയും കൂടെ ആക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അടി പിടിക്കാത്ത രീതിയിൽ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ പോർക്ക് ഏകദേശം ആകാറായിട്ടുണ്ടേ. അപ്പം നന്നായിട്ട് നമ്മൾ ഒത്തിരി വേവിച്ചെടുക്കരുത്. കുക്കറിൻ്റെ അകത്തിട്ട് ഒരു 2-3 വിസിലിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. കാരണം പിന്നെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് വെന്തുടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ കാപ്പിക്ക് മേടിച്ചൊരു പൊറോട്ട ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് ചായയും ചൂട് പൊറോട്ടയുടെ കൂടെ ഈ പോർക്ക് റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം കേട്ടോ. ഇപ്പം തന്നെ ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് വരുന്നുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.